Hello fighters! Welcome to day 5 of 30 days of self-love before I turn 30. ഇന്നത്തെ ആക്ടിവിറ്റി ഒരു ലെറ്റർ എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയത് എൻ്റെ അമ്മയ്ക്കായിരുന്നു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എഴുതുന്നത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത് എൻ്റെ കോർ വാല്യൂസിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. ഇപ്രാവശ്യത്തെ ആക്ടിവിറ്റി തന്നെ ലെറ്റർ എഴുത്തലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്റ്റിലുള്ള സെൽഫിനോട്, അതായത് ചെറുപ്പക്കാരിയായ എന്നോട്, ഞാനിപ്പോഴും ചെറുപ്പമാണ് എന്നാലും എൻ്റെ യങ്ങർ സെൽഫിന് ഞാനൊരു ലെറ്റർ എഴുതുവാണ്. ഡിയർ യങ്ങർ മീ, ഐ ഫൊഗിവ് യു ഫോർ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത മിസ്റ്റേക്സ് ചിലത് എന്നെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ നമ്മളോട് തന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നതാണ്. പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് പാരൻസിനോട്, റിലേറ്റീവ്സിനോട്, ഫ്രണ്ട്സിനോട്, ഗ്രാൻഡ് പാരൻസിനോടൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ നമ്മൾക്ക് ക്ഷമ ചോദിക്കാൻ ഒരു മടിയായിരിക്കും. ഇനി ചിലപ്പോൾ ക്ഷമ ചോദിച്ചിട്ടുണ്ടാവും, അവർ ഓൾറെഡി ക്ഷമിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മളോട് തന്നെ ക്ഷമിക്കാതിരിക്കും പലപ്പോഴും. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, അയ്യോ അന്ന് ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അയ്യോ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ലെറ്റർ നമുക്ക് തന്നെ എഴുതുമ്പോൾ നമ്മൾ അവിടെ പറയുന്നത്, നീ ഇങ്ങനെ ചെയ്തു, സാരമില്ല, പക്വതക്കുറവ് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിനക്ക് അറിയാഞ്ഞിട്ടല്ലേ, അന്നത്തെ നിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിൻ്റെ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ്, എക്സ്റ്റേണൽ ഫോഴ്സ് നിന്നെ ഇങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, നിൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ട് നിനക്ക് അങ്ങനെ വന്നതായിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളോട് തന്നെ സാരമില്ല, പോട്ടെ, അറിഞ്ഞുകൊണ്ടല്ലല്ലോ, പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ ആശ്വസിപ്പിക്കുവാണ്. ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പുറത്ത് കണ്ടുപിടിക്കുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ സംസാരിക്കാതിരിക്കാം, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ജഡ്ജ് ചെയ്യാതെ, പ്രശ്നങ്ങൾ പെരുപ്പിക്കാതെ, കാമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങളും ചെയ്തു നോക്കണം. നിങ്ങളുടെ യങ്ങർ സെൽഫിന് ഒരു ലെറ്റർ എഴുതുക. എന്നിട്ട് ആ ലെറ്ററിൽ നിന്ന് ഓരോ പ്രാവശ്യവും നിങ്ങൾ സോറി പറയുമ്പോൾ അതിൽ നിന്ന് നീ എന്ത് മിസ്റ്റേക്ക് ചെയ്തപ്പോൾ എന്ത് കാര്യമാണ് നീ പഠിച്ചത് എന്നും കൂടെ എഴുതണം. ഇപ്പോൾ നീ ഒരാളെ വേദനിപ്പിച്ചു, ഇനി ആരെയും വേദനിപ്പിക്കില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയണം.